നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണീ നമോസ്തുതേ. സത്യഭാമേ 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 ഇല്ലേ? അപ്പോൾ എന്താണെങ്കിലും സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ ലൈവ് തുടങ്ങുമ്പം ആരാണ് ഈ സത്യഭാമ? എന്താണ് സത്യഭാമയുടെ ശരിക്കുള്ള പൂർവ്വവൃത്താന്തം? എവിടെ നിന്ന് വരുന്നു? ഏത് വംശത്തിൽ നിന്ന്? എന്താണ് സത്യഭാമ ഇല്ലേ ഭഗവാന് വേണ്ടി ചെയ്തത് എന്നീ വിശേഷങ്ങളുമായിട്ടാണ് ഇല്ലേ സത്യഭാമ വൃത്താന്തവുമായിട്ട് ഇന്ന് നമ്മൾ സത്സംഗത്തിൽ ഇല്ലേ. എല്ലാവരും സത്യഭാമ എന്ന് വിചാരിക്കുമ്പം വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതൊന്നുമല്ല. നമ്മുടെ സത്യഭാമ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ പ്രാണപ്രേയസിയായ സത്യഭാമയാണ്. സത്യഭാമ പൂർവ്വജന്മ വൃത്താന്തം പറയുകയാണെങ്കിൽ ഒരിക്കൽ അത് എന്തുകൊണ്ട് സത്യഭാമയുടെ പൂർവ്വജന്മ ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ നാരദര്, കൂടുതൽ പറയണ്ടല്ലോ, കയ്യിലിരിപ്പ് സർവത്ര ഇല്ലേ, സദാ ഈശ്വരനാമമൊക്കെ ജപിക്കും ഇല്ലേ. പക്ഷെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത് ഇല്ലേ, നാരദ മഹർഷി എന്ത് ചെയ്തു? ദേവലോകത്ത് നിന്ന് ദ്വാരകയിലേക്ക് ചെന്നു. നാരദൻ ദേവലോകത്ത് നിന്ന് ദ്വാരകയിലേക്ക് ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൽപ്പവൃക്ഷത്തിൻ്റെ കുറേ പൂക്കൾ, എന്ത് പൂക്കൾ? കൽപ്പവൃക്ഷത്തിൻ്റെ കുറേ പൂക്കളുണ്ടായിരുന്നു. നാരദൻ ഈ പൂക്കളെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചു. ശ്രീകൃഷ്ണൻ ഭഗവാൻ എന്ത് ചെയ്തു? ഈ നാരദന് പൂവ് കൊടുത്ത ഉടനെ ഈ പൂക്കളെയൊക്കെ എടുത്ത് പലർക്കായിട്ട് അങ്ങ് വിഭജിച്ചു. ഇത് ജാമ്പവതിക്ക്, ഇത് രുക്മിണിക്ക്, എല്ലാവർക്കുമായിട്ട് വിഭജിച്ചു. കള്ളക്കണ്ണനുണ്ടോ അങ്ങനെ വ്യത്യാസം വല്ലതും? കള്ളക്കണ്ണനൊന്നും വിചാരിച്ചിട്ടല്ല, പക്ഷേ എടുത്ത് വീതിച്ചപ്പോൾ ആർക്ക് കിട്ടാതെ വന്നു? ബെസ്റ്റ് ഐറ്റത്തിനാണ് കിട്ടാതെ വന്നത്. നമ്മുടെ സത്യഭാമയ്ക്ക് കിട്ടിയില്ല. താപവും കോപവും സഹിക്കാൻ വയ്യാതെ സത്യഭാമ വേണ്ട പ്രകടനമായി. സത്യഭാമ എന്ത് ചെയ്തു? പണ്ട് രാമായണത്തിൽ ഈ കൈകേയി ചെയ്തതുപോലെ ഇല്ലേ, കമ്മൽ അഴിച്ചു വച്ചു, എറിഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ തപ്പി നടക്കണ്ടേ. കമ്മൽ അഴിച്ചു വച്ചു, വള അഴിച്ചു വച്ചു, മുടി പിരിച്ചിട്ടു. ഇത് പണ്ടേ ഉള്ള ഒരു ക്ലീഷേഡ് എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ. മുടി അഴിച്ചിട്ടു, കണ്ണ് ചുവപ്പിച്ചു, അതിലെ പുരികമൊക്കെ ഇങ്ങനെ വളച്ചു പിടിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇല്ലേ. എല്ലാ സത്യഭാമയും കണക്ക് തന്നെ ഭഗവാനെ. അപ്പോൾ എന്നിട്ട് ശയനമുറിയിൽ ചെന്ന് ഏങ്ങി കരഞ്ഞു, കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അടി വിളി നിലവിളി വേണ്ട സീനാണ് ഇല്ലേ. കരഞ്ഞു. ഭഗവാൻ ചെന്ന് ഇങ്ങനെ ഒന്ന് കർട്ടൻ മാറ്റി നോക്കിയപ്പോഴേക്കും സത്യഭാമ നല്ല ഫോമിലല്ല. സത്യഭാമ കൃഷ്ണനെ കണ്ടതും കൃഷ്ണ എന്ന് പറഞ്ഞ അടുത്ത വിളി തുടങ്ങി. പട്ടു ഇല്ലേ, ഈ കൊച്ചു പിള്ളേരെ ഈ അമ്മമാരെ കാണുമ്പോൾ കിടന്ന് വിളിക്കുന്നത് പോലെ സത്യഭാമ നോക്കി. അപ്പോൾ രണ്ടാമത് നോക്കുന്നില്ല. ഈ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുതലെന്ന് പറഞ്ഞതുപോലെ സത്യഭാമ പിന്നെ നോക്കി. വിളിച്ച് നോക്കുമ്പോഴേക്കും കൃഷ്ണൻ കർട്ടനൊക്കെ ഇട്ടിട്ട് കൃഷ്ണൻ്റെ ജോലിക്ക് പോയി ഇല്ലേ. എന്താണെങ്കിലും ശ്രീകൃഷ്ണൻ കാര്യം ചോദിച്ചു. കരഞ്ഞ് പറഞ്ഞു, എല്ലാവർക്കും പൂ കൊടുത്തു, ജാമ്പവതിക്ക് പൂ കൊടുത്തു, രുക്മിണിക്ക് പൂ കൊടുത്തു, അവക്ക് കൊടുത്തു, ഇവക്ക് കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്ത്, എനിക്ക് മാത്രം പൂ തന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരുക ഇല്ലേ. ഭഗവാൻ സത്യഭാമയെ വിളിച്ചു. തഞ്ചത്തിൽ സത്യഭാമയും കൂട്ടി ഗരുഡൻ്റെ പുറത്ത് കയറി പ്രദക്ഷിണം ആരംഭിച്ചു. അപ്പോൾ സത്യഭാമയ്ക്ക് കുറച്ച് സന്തോഷമൊക്കെ ആയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൂവൊക്കെ കിട്ടിയ ടീമുകളെ ഒന്നും ഗരുഡൻ്റെ പുറത്ത് കയറ്റിയില്ലല്ലോ. മാത്രമല്ല ഇതൊരു നൈറ്റ് ഡ്രൈവ് ആണല്ലോ ഇല്ലേ. ഭഗവാൻ ഭഗവാനെ വിളിച്ചു, സത്യഭാമയെ കയറ്റി ഗരുഡൻ പുറന്നകന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയും കൂടെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യഭാമയും കൊണ്ട് ദേവലോകത്തിലേക്ക് ചെന്നു. ദേവലോകത്തിൽ ചെന്ന് ഇന്ദ്രനോട് കൽഹാര പുഷ്പങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇല്ല, കൽഹാര പുഷ്പമൊന്നുമില്ല ഇല്ലേ, കൽഹാര പുഷ്പമൊക്കെ ഇവിടെ ഇപ്പം കൊടുത്തു തീർന്നു, ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞു ഇല്ലേ. ഇന്ദ്രൻ ഒരുപക്ഷെ ദേവേന്ദ്രൻ പറഞ്ഞു. ദേവേന്ദ്രൻ ഒരുപക്ഷെ ഈ സത്യഭാമയെ കണ്ടില്ലായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കൊടുക്കുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുവാണല്ലോ, അതോ തറയിൽ തൊടുന്ന അഹങ്കാരം വല്ലതുമാണോ? അങ്ങനെ ഇരിക്കുവാണ്. ദേവേന്ദ്രൻ പറഞ്ഞു, ഇവിടെ ഇതെന്താ പറയുന്നത്, കൽഹാര പുഷ്പങ്ങളൊന്നുമില്ല എന്ന് ദേവേന്ദ്രൻ പറയുന്നു. അവിടെ ഗരുഡൻ അവിടെ അത് ചുവടെ പറിച്ചെടുത്ത് കൊണ്ടുപോരാൻ തുടങ്ങി. സത്യഭാമ ഗരുഡനെ നോക്കി. ഗരുഡന് മനസ്സിലായി ആവശ്യപ്പെടുന്നത് കൽഹാര പുഷ്പമാണ്. കൽഹാര പുഷ്പത്തിൻ്റെ ചുവട് ഗരുഡ ഭഗവാൻ കാണുന്നുണ്ട്. അത് കയ്യിലിങ്ങനെ ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ദേവേന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു. ദേവേന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചപ്പോൾ ഗരുഡ ഭഗവാൻ വജ്രായുധത്തെ നമസ്കരിച്ചു. അതെപ്പോഴും അങ്ങനെയാണ്. പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് വലുതാണ് ഇല്ലേ.
വരുന്നത് വജ്രായുധമാണ്, തന്നെ വധിക്കാനാണെന്ന് അറിയാമിരുന്നിട്ടും ഗരുഡ ഭഗവാൻ വജ്രായുധത്തെ നമസ്കരിച്ചു. നമ്മുടെ മുന്നിൽ ആര് വന്നാലും ഇല്ലേ, അവരോട് സംസാരിക്കുന്നതിനുണ്ടാകേണ്ടുന്ന വാക്കുകളുടെ ശുദ്ധി, തെളിമ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ജസ്റ്റർ ഒക്കെയും നമ്മളത് കണ്ടു പഠിക്കേണ്ടതാണ്. ഈ ഗരുഡ ഭഗവാനെ കണ്ട ഇല്ലേ, ഗരുഡ ഭഗവാൻ അറിയാം ആ വജ്രായുധം തന്നെ കൊല്ലാനാണ് വരുന്നത്. പക്ഷെ ആ വജ്രായുധത്തിനെ നമസ്കരിച്ച് ഗരുഡ ഭഗവാൻ ഒഴിഞ്ഞു. അത് ദേവേന്ദ്രൻ അയച്ച വജ്രായുധമായതുകൊണ്ട് തന്നെ ഗരുഡ ഭഗവാൻ അതിനെ നമസ്കരിച്ചു. വജ്രായുധത്തിനുമായിട്ട് ഒരു ഗരുഡ ഭഗവാന്റെ തൂവലിൽ നിന്നൊരു തൂവൽ അവിടെ പൊഴിച്ചു. വജ്രാഘാതം നിമിത്തം ഗരുഡനിൽ നിന്ന് ഈ വജ്രായുധം ഗരുഡനിൽ തട്ടിയപ്പോൾ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നവയാണ് മയിലും കീരിയും കാട്ടുകാക്കയും ഒക്കെ ഇല്ലേ. അപ്പൊ പറയുന്ന ഈ കാക്കയും ജനിച്ചത് ഗരുഡനിൽ നിന്നാണെന്ന് പത്മപുരാണം. മയിലും ജനിച്ചത്, എന്തൊരഴകാണ് മയിലിന്. ആ എന്താ പറയുന്നത്, അഴകുള്ള മയില് ജനിച്ചതും ഈ ഗരുഡനിൽ വജ്രായുധം സ്പർശിച്ച് ഇല്ലേ, അന്തരീക്ഷം മുഴുവൻ ശുചിയായി നടക്കുന്ന ശനി ഭഗവാന്റെ വാഹനമായ കാക്ക ജനിച്ചതും ഇതിൽ നിന്ന് തന്നെയാണ് ഇല്ലേ. മയിലും അതേ തന്നെ, കാക്കയും അത് തന്നെ. പുരാണം എന്ത് പഠിപ്പിക്കുന്നു ഇല്ലേ, ഭഗവാന്റെ കണ്ണിൽ മയിലിനും ഏഴഴകുള്ള മയിലിനും വ്യത്യാസമില്ല, കാക്കയ്ക്കും വ്യത്യാസമില്ല. മയിലിൻ്റെ 7 നിറങ്ങളുള്ള ചന്തത്തിനും സപ്തവർണ്ണത്തിനും വ്യത്യാസമില്ല, കാക്കയുടെ കറുപ്പിനും വ്യത്യാസമില്ല ഇല്ലേ. അതുകൊണ്ടല്ലേ കവികളൊക്കെ പാടിയത്, എന്തേ കണ്ണനു കറുപ്പു നിറം കാളിന്തിയിൽ കുളിച്ചതിനാ. കയ്യിൽ നിന്ന് പോയി ആ പാട്ട് അല്ലേ. അതുപോലെയാണ് അല്ലേ. അപ്പോൾ അത് ലോകത്തിൽ ഒന്നും ചീത്തയുമില്ല, ഒന്നും നല്ലതുമല്ല ഇല്ലേ. എല്ലാം ഭഗവാന്റെ കണ്ണിൽ സമമാണ്. അതുകൊണ്ടാണ് പണ്ട് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞത്, ഈ ലോകത്തിൽ ഔഷധ ഗുണമില്ലാത്തതായി ഒരു പുൽനാമ്പ് പോലുമില്ല. അതുപോലെയാണ് സൃഷ്ടിയിൽ ഇല്ലേ, പരോപകാരപ്രദമല്ലാത്ത സൃഷ്ടിയിലെ സൗന്ദര്യമില്ലാത്തതായിട്ട് യാതൊന്നുമില്ല. ഒക്കത്തിൻ്റെയും സൗന്ദര്യമുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച ശ്രീകൃഷ്ണൻ സത്യഭാമയോടുകൂടി ഗരുഡാരൂഢനായി തിരിച്ചു വന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗരുഡാരൂഢനായി തിരിച്ചു വന്നു. ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്ന കൽപ്പവൃക്ഷം, അവിടെ നിന്ന് കൊണ്ടുവന്ന കൽപ്പവൃക്ഷം, ഒരു കൽപ്പവൃക്ഷം ഉണ്ടാക്കാൻ ഈ സത്യഭാമ എന്തൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ. ആ ഭഗവാന് വല്ല സ്വസ്ഥതയും കൊടുത്തോ അല്ലേ? ഒന്നും കൊടുത്തില്ല. അവിടെ കിടന്ന് ആട്ടിയും വീളിയും ബഹളവും ഓഹോഹോ ആയി വരുന്ന ഗോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ അങ്ങ് പാട്ടായിരുന്നു. എന്താണെങ്കിലും ദേവലോകത്ത് നിന്ന് വന്ന കൽപ്പവൃക്ഷം സത്യഭാമയുടെ കൊട്ടാരത്തിന് മുമ്പിലുള്ള ഉദ്യാനത്തിൽ നട്ടു വളർത്തി. അമ്പടം ഇടുക്കി. അപ്പുറത്തെ രുക്മിണിയുടെ കൊട്ടാരത്തിലും നടാൻ സമ്മതിച്ചില്ല, സത്യയുടെ കൊട്ടാരത്തിലും നടാൻ സംഭവിച്ചില്ല, ജാമ്പവതിയുടെ കൊട്ടാരത്തിലും അഷ്ടലക്ഷ്മിമാരുണ്ടല്ലോ ഇല്ലേ, അവരുടെ ആരുടെയും കൊട്ടാരത്തിന് മുമ്പ് നടാൻ സമ്മതിച്ചില്ല. എന്ത് ചെയ്തു? സത്യഭാമ കൊണ്ടുവന്ന് സത്യഭാമയുടെ കൊട്ടാരത്തിന് മുന്നിൽ നട്ടു. ശ്രീകൃഷ്ണനും കൽപ്പവൃക്ഷവും അവകാശപ്പെട്ട സത്യഭാമയ്ക്കൊരു അഹങ്കാരം. ദേവേന്ദ്രൻ്റെ കൽപ്പവൃക്ഷം, ഇറ്റ്സ് മൈ ഓൺ കോർട്ട്യാർഡ്, എൻ്റെ മുറ്റത്ത്. പിന്നെ സുന്ദരനായ ശ്രീകൃഷ്ണനോ എൻ്റെ മുറ്റത്ത്. സത്യഭാമയ്ക്കൊരു തോന്നല്, എനിക്കെന്താ സൗന്ദര്യമില്ലേ, ഞാനെന്താ മോശക്കാരിയാണോ? ഞാനൊട്ടും മോശക്കാരിയല്ലല്ലോ. എനിക്കെന്തിനാണ് കുറവ്? എനിക്ക് നാക്കിന് കുറവുണ്ടോ? എനിക്ക് വാക്കിന് കുറവുണ്ടോ? എനിക്ക് സൗന്ദര്യത്തിന് കുറവുണ്ടോ? അങ്ങനെ സത്യഭാമയ്ക്ക് അഹങ്കരിക്കാൻ പല 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 കാരണങ്ങൾ. മാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാനെ കിട്ടുകയും ചെയ്തു. ഈ സത്യഭാമ ശ്രീകൃഷ്ണ ഭഗവാനെയും കൽപ്പവൃക്ഷത്തെയും കിട്ടിയപ്പോഴേക്കും അഹങ്കാരം തുടങ്ങി. ആ ഘട്ടത്തിൽ വന്നല്ലോ നമ്മുടെ താരം നാരായണ 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 നാരായണ. ആര് വന്നു? നാരദർ വരുന്നു. നാരദർ വന്ന് എല്ലാ ജന്മത്തിലും ശ്രീകൃഷ്ണനും കൽപ്പവൃക്ഷവും തന്നോടുകൂടി ഉണ്ടാകണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് നാരദരോട് ചോദിച്ചു. നാരദർ വന്ന് ഒരു കപ്പ് ചായ ഇട്ട് കൊടുക്കണമെന്നല്ല, അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം കൊടുക്കണമെന്നല്ല. നാരദർ വന്ന ഉടനെ ചോദിക്കുക, നാരദരെ, എനിക്കിപ്പോൾ തങ്ക കുടം പോലെ ഒരു ഭർത്താവിനെയും കിട്ടി, എനിക്ക് കൽപ്പവൃക്ഷവും കിട്ടി, അതെൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തുമുണ്ട്. ഞാനാരാ? എനിക്കെന്താ സൗന്ദര്യമില്ലേ? ഞാനെന്താ പാട്ടുകാരിയല്ലേ? എനിക്കെന്താണ് സുകുമാര കലകൾക്ക് വല്ല കുറവുണ്ടോ? പക്ഷേ ഇതൊന്നും എന്നെ വിട്ട് പോകാൻ പാടില്ല. ഈ കൽപ്പവൃക്ഷവും ശ്രീകൃഷ്ണ ഭഗവാനും എന്നെ വിട്ട് പോവാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തുലാപുരുഷ ദാനം എന്ന് പറയുന്ന ഒരു ദാനത്തെക്കുറിച്ച് നാരദർ പറഞ്ഞു കൊടുത്തു. നാരദർ പറഞ്ഞു, കമോൺ സത്യ, നിനക്ക് ഈ പറയുന്ന ആളുകളൊക്കെ നിൻ്റെ കൈവിട്ട് പോവാതിരിക്കാൻ നിനക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് തുലാപുരുഷ ദാനം. തുലാപുരുഷ ദാനം ചെയ്താൽ നിനക്ക് ഇതെല്ലാം ശരിയായി വരും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി
സത്യഭാമ എന്ത് ചെയ്തു? പാവം നോക്കിയപ്പോഴേക്കും ശ്രീകൃഷ്ണ ഭഗവാൻ അകത്ത് അന്തപ്പെടുത്ത് കിടന്നുറങ്ങായിരുന്നു. നോക്കിയപ്പോഴേക്കും ചുരുട്ടി കൂട്ടി എടുത്തുകൊണ്ട് വരുക ബെഡ്ഷീറ്റിൽ, ഇല്ലേ? എന്തിന്? അത്രത്തോളം ഇല്ല കേട്ടോ. ശ്രീകൃഷ്ണ ഭഗവാനെയും സത്യഭാമ ശ്രീകൃഷ്ണ ഭഗവാനെ യഥാവിധി കൽപ്പവൃക്ഷത്തോടുകൂടി തുലാസിൽ വച്ച് ഈ ഉപകരണമല്ല. അപ്പം ശ്രീകൃഷ്ണ ഭഗവാനെയും എന്ത് ചെയ്തു? കൽപ്പവൃക്ഷത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ തുലാസിൽ വെച്ച് ഉപകരണങ്ങളെല്ലാം നാരദന് തന്നെ ദാനം ചെയ്തു, ഇല്ലേ? തുലാസിൽ വെച്ച് നടന്ന ദാനമായതുകൊണ്ടാണ് തുലാപുരുഷ ദാനം. എനിക്ക് തോന്നുന്നത് ഈ ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ തുലാപുരുഷ ദാനത്തിനെ കുറിച്ച് ഒരു റെഫറൻസ് ഉണ്ട്. എവിടെയോ വായിച്ച ഒരു അതോ മോഹൻജിയുടെ എൻ്റെ നഗരത്തിലാണോ എവിടെയോ ഒരിടത്ത് ഇത് വായിച്ചു. തുലാപുരുഷ ദാനത്തെക്കുറിച്ച് രാജകൊട്ടാരത്തിൻ്റെ ഇന്നിപ്പോൾ ഞാനപ്പോൾ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ സാഗയൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ ഭഗവാന്റെ കഥ പറയാൻ പറ്റില്ല, നാളെ പറയാം, അല്ലെങ്കിൽ ഓർക്കുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ തുലാപുരുഷ ദാനം നടത്തി. അങ്ങനെ സന്തോഷം കൊണ്ട് നാരദൻ അത് വാങ്ങി ദേവലോകത്ത് പോയി. സന്തോഷം കൊണ്ട് മതിമറന്ന സത്യഭാമ പൂർവ്വജന്മത്തിൽ എന്ത് പുണ്യം ചെയ്തത് കൊണ്ടാണ് ഈ സൗഭാഗ്യങ്ങൾ ലഭിച്ചത് എന്ന് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു. സത്യഭാമ ചോദിക്കുകയാണ്, ഹലോ കൃഷ്ണ, ഇല്ലേ? പതുക്കെ കൃഷ്ണ എന്നൊക്കെ പതുക്കെ വിളിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ഇല്ലേ, അവിടെ യശോദ ദേവകിയോ ഉണ്ടെങ്കിൽ വല്ലതും എടുത്തിറങ്ങി തരും, ഇല്ലേ? കാരണം കാലം അതാണ്, ഇല്ലേ? ഇപ്പോഴൊക്കെ അത് പറഞ്ഞ ടോപ്പിക്ക് മാറിപ്പോകും. അപ്പോൾ എന്താണെങ്കിലും കൃഷ്ണ, എനിക്ക് എന്താണ് ഈ ഭാഗ്യങ്ങളൊക്കെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ സത്യഭാമയുടെ പൂർവ്വജന്മം വിവരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് പത്മപുരാണം ഉത്തരഖണ്ഡം 90-ാം അധ്യായത്തിലെയും 91-ാം അധ്യായത്തിലെയും കഥയാണ്. ഇത്രയും സൗഭാഗ്യത്തോടെ നിനക്ക് ജീവിക്കാനുള്ള കാരണം സത്യഭാമയെ കൃതയുഗ അവസാനത്തിൽ മായാപുരിയിൽ, ഏത് യുഗം? കൃതയുഗം. എവിടെയാണ് പട്ടണം? പുരം എന്ന് വെച്ചാൽ പട്ടണം. മായാപുരി, മായാപുരം, മായാപുരി എന്നാണ് ആ പേര്. മായാപുരി എന്നാണ് പേര്. മായാപുരിയിൽ ദേവശർമ്മൻ എന്നൊരു ബ്രാഹ്മണന്റെ മകളായിരുന്നു നീ, ഇല്ലേ? ആ ദേവശർമാവിന് ഗുണവതി എന്നൊരു പേരുള്ളൊരു പുത്രി ഉണ്ടായിരുന്നു. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയുടെ പൂർവ്വവൃത്താന്തം പറഞ്ഞു കൊടുക്കുകയാണ്, ഇല്ലേ? മായാപുരിയിൽ കൃതയുഗ അവസാനത്തിൽ ദേവശർമ്മൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് ഗുണവതി എന്ന മകളായി നീ ജനിച്ചു. അദ്ദേഹം തൻ്റെ ശിഷ്യനായ ചന്ദ്രശർമാവിന് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ എന്ത് പറയുന്നത്, ഈ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ദേവശർമ്മൻ എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു, ഗുരുകുലമൊക്കെ ആണല്ലോ. അതിൽ ചന്ദ്രശർമ്മൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് തൻ്റെ മകളായ ഗുണവതിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ദിവസം ദേവശർമാവും ചന്ദ്രശർമാവും കൂടി പേര് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്വിൻസിൻ്റെ പേര് പോലെ ഇരിക്കും. ഈ മരുമകൻ്റെയും ഫാദറിൻലോയുടെയും സണിൻലോയുടെയും പേരാണെന്ന് തോന്നില്ല, അമ്മാവൻ്റെയും മരുമകൻ്റെയും പേരാണെന്ന് തോന്നത്തില്ല. ചന്ദ്രശർമാവും കൂടി കാട്ടിലേക്ക് പോയി. അവിടെ സഞ്ചരിക്കവേ ഘോര രാക്ഷസർ നേരിട്ട് ആരെ പേടിപ്പിച്ചു? ഈ ചന്ദ്രശർമാവിനെയും അമ്മാവനായ ദേവശർമാവിനെയും പേടിപ്പിച്ചു. പേടിച്ച് വിറച്ച് ശരീരം മരവിച്ചു പോയതിനാൽ അവർക്ക് ഓടാൻ കെൽപ്പുമുണ്ടായില്ല. കാലനെ പോലുള്ള രാക്ഷസൻ രണ്ടുപേരെയും കൊന്നുകളഞ്ഞു. ആര്? അമ്മാവനും മരുമകനും കൂടി കാട്ടിൽ വിറകൊടിക്കാൻ പോയതാണ്. ഗുണവതി എന്ന് പറയുന്ന മോള് വീട്ടിയിരിപ്പുണ്ട്, ഇല്ലേ? അതായത് ചന്ദ്രശർമ്മൻ്റെ ഭാര്യ. എന്താണെങ്കിലും ഈ കാട്ടിൽ വെച്ച് ഈ രാക്ഷസൻ അങ്ങ് കൊന്നുകളഞ്ഞു. വിഷ്ണുദൂതന്മാർ വന്ന് ഇവർ രണ്ടുപേരെയും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. അച്ഛനെയും ഭർത്താവിനെയും രാക്ഷസൻ കൊന്നു കളഞ്ഞതറിഞ്ഞ് ഗുണവതി നിലവിളിച്ചു. ആസ് യൂഷ്വൽ നിലവിളിച്ച് ബഹളമുണ്ടാക്കി. അങ്ങനെ അതിവിവശയായി അവൾ പലതും പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന നേരം ഒടുവിൽ ഒരു വിധത്തിൽ തൻ്റെ കയ്യിലുള്ള വസ്തുവകകളെല്ലാം വിറ്റ്, ദ്രവ്യങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാം വിറ്റ് അച്ഛനും ഭർത്താവിനും ദേവശർമ്മനും ചന്ദ്രശർമാവിനും ഉള്ള യഥാവിധി ശേഷക്രിയകളൊക്കെ ചെയ്തു. അതിനുശേഷം കൂലിവേല ചെയ്തു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണവതി തൊഴിലുറപ്പ് പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡെയിലി വേജസ് ജോലിക്ക് പോയി. എന്താണെങ്കിലും അങ്ങനെ ജോലി ചെയ്ത് ഉപജീവനം കഴിച്ചു. അങ്ങനെ ഉപജീവനം കഴിച്ചെങ്കിലും ഏകാദശി വ്രതവും കാർത്തിക വ്രതവും ആര് ഏറ്റെടുത്തു? ശരിക്ക് അവൾ അനുഷ്ഠിച്ചു.
ഒരിക്കൽ വാർദ്ധക്യത്തിൽ ദേഹം ചടച്ച് പനി പിടിച്ച് ക്ഷീണിച്ച ഗുണവതി സ്നാനത്തിന് വേണ്ടി ഗംഗയിൽ പോയി. അപ്പോൾ വയസ്സായി ഇല്ലേ, ഭർത്താവുമില്ല, അച്ഛനുമില്ല, കയ്യിൽ കാശുമില്ല, ബ്യൂട്ടി പാർലറിലൊന്നും പോകാനുള്ള കാശൊന്നുമില്ല, ഹൈഡ്രോഫേഷ്യലൊന്നും ചെയ്യാനുള്ള കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങി ചുക്കി ചുളിഞ്ഞ് എങ്ങനെ വല്ല വിധേനയും ഒന്ന് കുളിക്കാമെന്ന് പറഞ്ഞ് ഗംഗയിലേക്ക് ഇറങ്ങി. പതുക്കെ വെള്ളത്തിലിറങ്ങിയതോടുകൂടി തണുപ്പ് കൊണ്ട് വിറച്ച് അപ്പോൾ ആകാശത്ത് നിന്ന് വൈകുണ്ഠത്തിൽ നിന്നൊരു വിമാനം ഗുണവതിയുടെ അടുത്തെത്തി. അതിൽ വിഷ്ണുദൂതന്മാർ അവളെ കയറ്റിക്കൊണ്ടുപോയി. അപ്സര സ്ത്രീകൾ വെഞ്ചാമരം വീശി ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിച്ചത്. വൈകുണ്ഠത്തിൽ വിഷ്ണുവിൻ്റെ ആശ്രിതരായി കഴിഞ്ഞ അച്ഛനായ ദേവശർമാവ് ആരുടെ അച്ഛൻ? ഗുണവതിയുടെ അച്ഛൻ. അതായത് സത്യഭാമയുടെ പൂർവ്വജന്മമാണ് ഗുണവതി എന്ന് പറയുന്ന പേര്. ഗുണവതിയുടെ അച്ഛൻ്റെ പേര് ദേവശർമാവ് സത്രാജിത്തായി ഇല്ലേ, സെവന്തകം മണി മോഷ്ടിച്ചില്ലേ എന്ന് പറയുന്ന സത്രാജിത്ത്. നമ്മൾ ആ കഥയൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ നാളെ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ സമയം പോലെ പറയാം. അങ്ങനെ സത്രാജിത്തായി ജനിച്ചു. ചന്ദ്രശർമാവ് അക്രൂരനായും ജനിച്ചു. ഈ ചന്ദ്രശർമാവാണ് ഭഗവാന്റെ സുഹൃത്തായ അക്രൂരൻ. അക്രൂരനെന്നോരോ പേരായി നിന്നുള്ളോരക്രൂരനെങ്ങാനും കൊണ്ടുപോയാൽ അക്രൂരനായും ജനിച്ചു. ഗുണവതി സത്യഭാമയുമായി. ഈ ഗുണവതിയാണ് സത്യഭാമയായി ജനിക്കുന്നത്. കാർത്തിക വ്രതത്തിൻ്റെ പുണ്യം മൂലം ഗുണവതി വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ടവളായി തീർന്നു. കാർത്തിക വ്രതം, ഏകാദശി വ്രതം എല്ലാം എടുക്കുമല്ലോ. എല്ലാ വ്രതങ്ങളും കൊണ്ട് എന്ത് ചെയ്തു? ഈ ഗുണവതി മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ടവളായി. അങ്ങനെ പൂർവ്വജന്മത്തിൽ അവൾ വിഷ്ണുവിൻ്റെ നടക്കൽ തുളസിത്തോപ്പുണ്ടാക്കിയത് കൊണ്ടാണ് ഈ ജന്മത്തിൽ കൽപ്പവൃക്ഷം സത്യഭാമയുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നത്. നമ്മൾ പറയുന്നത് പോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചുകൂടന്നേ വരൂ. കഴിഞ്ഞ ജന്മത്തിൽ വിഷ്ണു ഭഗവാനു വേണ്ടി വിഷ്ണു ഭഗവാന്റെ നടക്കൽ തുളസിയുടെ വനമുണ്ടാക്കിയത് കൊണ്ടാണ് കൽപ്പവൃക്ഷം സത്യഭാമയുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഭഗവാൻ കൊണ്ട് നടന്നത്. ഈ ലോകത്ത് നടക്കുന്നതിനും സംഭവിക്കുന്നതിനും ഒക്കെയും ഓരോരോ കണക്കുണ്ട്, ക്രമമുണ്ട്, താളമുണ്ട്. എല്ലാം ഒന്നിൻ്റെ പിന്തുടർച്ചയാണ്. മുറ്റത്ത് വെച്ചത് മുമ്പ് അവൾ കാർത്തിക വിളക്ക് വച്ചതിനാൽ ഇന്ന് അവളുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി സ്ഥിരമായി വസിക്കുന്നു. വിഷ്ണുവിനെ ഭർത്താവായി സങ്കല്പിച്ചുകൊണ്ട് ഗുണവതി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുകയാൽ അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണന്റെ ഭാര്യയായി സത്യഭാമയായി ജനിച്ചു എന്ന് ഉത്തരഖണ്ഡം 91-ാം അധ്യായത്തിലാണ് പറയുന്നത്. ഇനി ഈ സത്യഭാമയ്ക്ക് ഒരു മോനുള്ളതറിയാമോ? സത്യഭാമയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാന് സത്യഭാമയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയാണ് നമ്മൾ ഭീമൻ എന്ന് വിളിക്കുന്നത്. ഈ ഭീമൻ എന്ന് പറയുന്നത് നമ്മൾ മഹാഭാരതത്തിലെ ഭീമനല്ല, ഇല്ലേ? ഭീമൻ എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര്. ഇത് പറഞ്ഞു വയ്ക്കുന്നത് അഗ്നിപുരാണം 276-ാം അധ്യായത്തിനകത്താണ് ശ്രീകൃഷ്ണ ഭഗവാന് സത്യഭാമയിൽ ജനിച്ച കുഞ്ഞിനെ കുറിച്ച് പറയുന്നത്. ഭാര്യമാരിൽ അതിസുന്ദരിയായിരുന്നു സത്യഭാമ. അതെന്തുകൊണ്ടാണ് ആ സത്യഭാമയ്ക്ക് ആ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെ ഹൈഡ്രാ ഫേഷ്യൽ ഇല്ല, ബ്ലീച്ച് ഇല്ല, ത്രെഡ് ഇല്ല, വാക്സ് ഇല്ല, ഫ്രൂട്ട് ഫേഷ്യൽ ഇല്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്തും സത്യഭാമ എന്തുകൊണ്ട് സുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ, അതിന് ഒരു കഥ കൂടി പറയേണ്ടി വരും. മഹാഭാരതം സഭാപർവം 38-ാം അധ്യായത്തിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം അധ്യായങ്ങൾ കൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരിക്കൽ നമുക്ക് സംശയം തോന്നരുത്. ഇതെവിടെ നിന്ന് കിട്ടി, ഇതെന്താണെന്നുള്ളത് നമുക്ക് സംശയം തോന്നരുത്, ഇല്ലേ? മഹാഭാരതം സഭാപർവം 38-ാം അധ്യായത്തിൽ ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ നരകാസുരൻ മോട്ടിച്ചുകൊണ്ട് പോയി. പണ്ടുകൊണ്ട് ഈ അടിച്ചുകൊണ്ട് പോകുക ദേവമാതാവായ അതിഥിയുടെ കമ്മല്, പണയമെല്ലാം കൊണ്ട് വയ്ക്കാനായിരിക്കും, ആരടിച്ചുകൊണ്ട് പോയി? നരകാസുരൻ അടിച്ചുകൊണ്ട് പോയി. ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടി ചെന്ന് നരകാസുരനെ വധിച്ച് കുണ്ടലങ്ങൾ അതിഥിയുടെ പക്കലേൽപ്പിച്ചു. ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടെ പോയി, രണ്ടും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ പോയി. ഗരുഡ വാഹനം ഉണ്ടല്ലോ, വണ്ടി ഉണ്ടല്ലോ, നേരെ ചെന്നു നരകാസുരനായിട്ട് യുദ്ധം നടത്തി. ഈ ദേവമാതാവായ ദേവന്മാരുടെ മാതാവാണല്ലോ, അപ്പോൾ എത്രയാണെങ്കിലും നമുക്ക് ഗുരുപത്നി എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക സ്ഥാനമാണല്ലോ.
ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളാണ് നരകാസുരൻ എടുത്തുകൊണ്ട് പോയത്. ഭാര്യയും ഭർത്താവും കൂടെ പോയി ഗരുഡന്റെ പുറത്ത് കയറി നരകാസുരനുമായിട്ട് മത്സരം വെച്ച് നരകാസുരന്റെ കയ്യിൽ നിന്ന് ആ കുണ്ടലങ്ങൾ തിരിച്ചു കൊണ്ടുകൊടുത്തു. ദേവമാതാവിന് കുണ്ടലങ്ങൾ തിരിച്ചു കൊടുത്തു. തദവസരത്തിൽ സത്യഭാമയെ ദേവമാതാവായ അതിഥി അനുഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ അനുഗ്രഹിക്കുന്നു? ഭഗവാൻ നിന്നെ ഉപേക്ഷിക്കുന്നത് വരെ, ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ നിനക്ക് വാർദ്ധക്യം ഉണ്ടാവുകയില്ല എന്നു മാത്രമല്ല, നീ ദിവ്യമായ സുഗന്ധവും ഉത്തമ ഗുണങ്ങളുമുള്ളവളായി പരിശോഭിക്കും എന്ന് ദേവമാതാവായ അതിഥി മഹാഭാരതം സഭാപർവത്തിനകത്ത് സത്യഭാമയെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. ഇനി സഭാപർവത്തിൻ്റെ 38 സഭാപർവത്തിൽ തന്നെ ദാക്ഷിണാത്രിപാഠത്തിലാണെന്ന് തോന്നുന്നു. അതൊന്ന് മഹാഭാരതം ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ ദാക്ഷിണാത്രിപാഠം എന്താണെങ്കിലും സഭാപർവത്തിനകത്ത് തന്നെ ദ്വാരകയിൽ വസിക്കുന്നതിനായി സത്യഭാമയ്ക്ക് ശുഭ്രവർണ്ണമായ ഒരു മാളികയുണ്ടായി, ഒരു വൈറ്റ് ഹൗസ് ഇല്ലേ. ബാക്കിയുള്ള എല്ലാവരെ പോലെ നീലയും പച്ചയൊക്കെ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ എടുത്ത് തന്നെ ഇടിക്കൂലേ. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയുടെ കൊട്ടാരത്തിന് ശുഭ്രവർണ്ണം അടിച്ചു കൊടുത്തു ഇല്ലേ. വെള്ള നിറം മാളികയുണ്ടായിരുന്നു. അതിൽ വിചിത്രരത്ന നഖചിതമായ കൽപ്പടവുകൾ കെട്ടിയിരുന്നു. ഈ കൽപ്പടവുകളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഉഷ്ണകാലം വളരെ ശൈത്യമുള്ളതായി ഭവിക്കുന്ന തരത്തിലായിരുന്നു. അന്നേ എന്തൊരു സയൻസാണ് ഭഗവാൻ പറഞ്ഞു വെച്ചതില്ലേ ഇല്ലേ. നമ്മൾ കറുത്ത വസ്ത്രം ഇട്ടാൽ നമുക്ക് ചൂടുകാലത്ത് അധികം ചൂട് തോന്നുകയും വെളുത്ത വസ്ത്രം ഇട്ടാൽ നമുക്ക് ചൂട് കുറഞ്ഞിരിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശരശ്മികൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണില്ലേ വെളുത്ത വസ്ത്രത്തിനകത്ത്. ഈ ഭഗവാന്റെ മാളികയിലും സത്യഭാമയുടെ മാളികയും വെളുത്ത നിറമായിരുന്നു. ഈ കൽപ്പടവുകളിൽ ഇല്ലേ ആ വെള്ളത്തിനകത്തുള്ള ശുഭ്രവർണ്ണമാർന്ന കൽപ്പടവുകളിൽ ആര് ചവിട്ടിയാലും ശൈത്യമല്ലാത്ത തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു എന്ന് അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ടായിരുന്നതായിട്ട് മഹാഭാരതം സഭാപർവത്തിനകത്ത് ദാക്ഷിണാത്രിപാഠം എന്നാണ് എൻ്റെ വിശ്വാസം. ദാക്ഷിണാത്രിപാഠത്തിനകത്താണ് ആ ഭാഗം വരുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ CCTV വെച്ച് വിട്ടതുപോലെയാണ് ഇല്ലേ. എല്ലാത്തിനും ഈ ബോബനും മോളിയും പോലെ കന്നാസും കടലാസും പോലെ ഭഗവാനെ അങ്ങോട്ടേക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല, കൂടെ അങ്ങോട്ട് ഇരുന്നുള്ളൂ. ഇത് തന്നെ മഹാഭാരതത്തിനകത്ത് നമ്മൾ ഞാനിത് പറയുമ്പോൾ ഇല്ലേ ഞാൻ ആ ഒരു ട്രാക്ക് പറയുന്നേ ഉള്ളൂ. ഇത് പാണ്ഡവന്മാർ വനവാസ കാലഘട്ടത്തിൽ കാമ്യകവനത്തിൽ വസിക്കുന്ന സമയം. പാണ്ഡവന്മാരുടെ വനവാസ കാലമാണ്. ആരും അറിയാതെ ചെന്ന് താമസിക്കുന്നത് കാമ്യക വനമാണ്, അതിഘോര വനമാണ്. കാമ്യക വനത്തിൽ ഭഗവാൻ സന്ദർശിക്കുന്ന സമയത്ത് സത്യഭാമ കൂടി പോയതായിട്ട്, സത്യഭാമയും ഭഗവാനും കൂടിയാണ്. അത് വനപർവം 183, മഹാഭാരതം വനപർവം 183 അധ്യായത്തിലെ 11ാമത്തെ പദ്യം കൊണ്ട് പറയുന്നു. ഈ മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ വനവാസം ചെയ്യുന്ന സമയത്ത് കാമ്യക വനത്തിൽ ഭഗവാനോടൊപ്പം സത്യഭാമയും കൂടി എസ്കോട്ടാണ്. CCTV വെച്ച് വിട്ടേക്കുമോ. ഇനി ഭഗവാൻ അതുവഴി ജാമ്പവതിയിലേറ്റോ വീട്ടിലേറ്റോ കയറുന്നുണ്ടെങ്കിലോ എൻ്റെ പൊന്ന് സത്യഭാമയെ നമിച്ച് ഇല്ലേ. മഹാഭാരതം വനപർവത്തിൽ 234 അധ്യായത്തിൽ ഒരു മിനിറ്റ് അമ്മ, അതിനകത്ത് ഒരു കുനിഷ്ടമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ മഹാഭാരതം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസാര പണിയല്ല, അത് വലിയ പുസ്തകമല്ലേ. മഹാഭാരതം വനപർവത്തില് സത്യഭാമ ഭർത്താവിനെ വശത്താക്കാനുള്ള ഉപായങ്ങളെ കുറിച്ച് പാഞ്ചാലി അവിടെ 5 ഭർത്താവുണ്ടല്ലോ ഇല്ലേ. പാഞ്ചാലിയോട് സത്യഭാമ അരികത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അല്ലയോ മഹിളാരത്നമേ നീ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. പാഞ്ചാലിയോട് ഉപദേശം ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഉപദേശം ചോദിക്കുന്ന ഭാഗം മഹാഭാരതം വനപർവത്തിൽ 234 അധ്യായത്തിലെ 234 അധ്യായത്തിലെ 4ാമത്തെ പദ്യമാണ്. അതുപോലെ സത്യഭാമ എപ്പോഴെങ്കിലും കരഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ 2 കാര്യത്തിനെ കരഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഭർത്താവിൻ്റെ പ്രേമം പിടിച്ചു പറ്റാനുള്ള ഈ കച്ചിരി കുച്ചിറൊക്കെ കിടന്ന് വിളിയാണ്. അയ്യോ എല്ലാവർക്കും കൊടുത്ത് എനിക്കൊന്നും തന്നില്ലേ, എന്നോട് സ്നേഹമില്ലേ, പ്രേമമില്ലേ എന്ന് പറയുന്ന. പിന്നെ 2, എപ്പോഴും CCTV വെച്ചുകൊണ്ട് ഭഗവാന്റെ പുറകെ നടപ്പുണ്ടല്ലോ. ഭഗവാൻ പുറത്തോട്ട് ദ്വാരകയുടെ പുറത്തോട്ട് വിടത്തില്ല.
ആ കാമ്യക വനത്തിൽ പോയപ്പോഴും പോയി, എല്ലായിടും എവിടെ പോയാലും കൂടെ ഇങ്ങനെ ആ ഇന്ദ്രൻ്റെ അടുത്ത് നിന്ന് കൽപ്പവൃക്ഷം വാങ്ങിക്കാൻ പോയപ്പോഴും പോയി, എവിടെയും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ ഇല്ലേ. അപ്പോൾ മഹാഭാരതം മൗസല പർവ്വതം 5-ാം അധ്യായത്തിൽ 13-ാമത്തെ പദ്യം കൊണ്ട് ആ ഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. ആ വായിച്ചു നോക്കുമ്പോഴേക്കും ഭഗവാന്റെ ശരീരത്യാഗത്തിൽ വിലപിക്കുന്ന സത്യഭാമയെ നമുക്ക് കാണാം. ഭഗവാന്റെ ശരീരത്യാഗത്തിൽ ശ്രീകൃഷ്ണൻ ശരീരത്യാഗം ചെയ്തതിന് ശേഷം അർജുനൻ ദ്വാരകയിലേക്ക് വരുന്ന സമയം, ഭഗവാന്റെ പ്രാണത്യാഗവും കഴിഞ്ഞ് അർജുനൻ ദ്വാരകയിലേക്ക് വരുന്ന സമയം സത്യഭാമ വിലപിക്കുന്നത് മൗസല പർവ്വത്തിനകത്ത് 5-ാം അധ്യായം 13-ാം പദ്യത്തിനകത്ത് കാണാം. ഏറ്റവും അവസാനം ഈ സത്യഭാമ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യഭാമ തപസ്സിന് പോയതായിട്ട്, ഇല്ലേ, എല്ലാം ആയല്ലോ ഇല്ലേ, തപസ്സിന് പോയതായിട്ട്, വനത്തിലേക്ക് പോയതായിട്ട് മഹാഭാരതം മൗസല പർവ്വം 7-ാം അധ്യായം 74-ാമത്തെ പദ്യം കൊണ്ടും പറയുന്നു. ഞാനിത് എന്തിനാണ് പദ്യങ്ങൾ ഉൾപ്പെടെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സത്യഭാമയെ ഭഗവാൻ വേട്ടതാണോ ഭഗവാന് കിട്ടിയതാണോ എന്നൊരു ചോദ്യം കമൻറ്റ് ബോക്സിൽ കണ്ടു ഇല്ലേ. ഭാഗവതം ദശമസ്കന്ധത്തിനകത്ത് അങ്ങനെ ഒരു കഥയുണ്ട്, അത് വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഭഗവാനും കൃഷ്ണനും ജാമ്പവതിയും സത്രാജിത്ത് എന്നൊരു യാദവ രാജാവ്. സത്രാജിത്ത് ആരുടെ പൂർവ്വ അവതാരമാണെന്ന് പറഞ്ഞു? സത്രാജിത്ത് ആരാണെന്ന് പറഞ്ഞു? മറന്നോ? സത്രാജിത്ത് ആരുടെ അവതാരമാണെന്ന് പറഞ്ഞു? അക്രൂരനും സത്രാജിത്തിൻ്റെയും കഥ ഞാനിപ്പോൾ ഇന്ന് ഇതിൽ പറഞ്ഞേ ഉള്ളൂ ഇല്ലേ, ദേവശർമ്മൻ്റെ അച്ഛൻ്റെ.
യാദവ രാജാവ് ഈ നേരത്തെ ദേവശർമ്മനായിട്ട് വന്നയാൾ സത്രാജിത്തായിട്ട് ജനിച്ചു. സൂര്യനിൽ നിന്ന് കിട്ടിയ സമന്തകമണി സത്രാജിത്തിന്റെ അനുജനായ ധരിച്ചുകൊണ്ട് വേട്ടയ്ക്ക് പോയി. പ്രസേനന്റെ സത്രാജിത്തിന്റെ അനിയനാണ് പ്രസേനൻ. പ്രസന്നനല്ല, വാല് വരുന്ന പ്രസന്നനല്ല, പ്രസേനൻ ധരിച്ചിട്ട് പോയി. സിംഹം പ്രസേനയെ കൊന്ന് മണി തട്ടിക്കൊണ്ടുപോയത് ജാമ്പവാൻ കണ്ടു. ഒരു സിംഹം പ്രസേനനെ കൊന്ന് മണി തട്ടിക്കൊണ്ടുപോയി, സ്യമന്തക മണി തട്ടിക്കൊണ്ടുപോയി എന്ന് കണ്ടു. ജാമ്പവാൻ സിംഹത്തെ വധിച്ച് സ്യമന്തകം തന്റെ ഗുഹയിൽ കൊണ്ടുചെന്ന് വച്ചു. അത് കുട്ടികൾക്ക് കളിക്കാനും കൊടുത്തു. പ്രസേനനെ കൊന്ന് രത്നം മോഷ്ടിച്ചത് ശ്രീകൃഷ്ണനാണെന്ന് നായാട്ടിൽ ഒരു കിംവദന്തി പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസേനനെ കൊന്ന് ഈ രത്നം മോഷ്ടിച്ചത്, സ്യമന്തകമണി മോഷ്ടിച്ചത് ശ്രീകൃഷ്ണനാണ് എന്ന് ഒരു കിംവദന്തി പറഞ്ഞു, ഇല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഹമാണ് പ്രസേനനെ കൊന്ന് മണി കൊണ്ടുപോയത്. എങ്കിലും ശ്രീകൃഷ്ണൻ കാട്ടിൽ പോയി സ്യമന്തകം അന്വേഷിക്കുകയും ഒടുവിൽ ജാമ്പവാന്റെ ഗുഹയിൽ കണ്ടെത്തുകയും ചെയ്തു. ജാമ്പവാൻ ശ്രീകൃഷ്ണനോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് തോറ്റു. മായാമയനായ ശ്രീകൃഷ്ണനെ തിരിച്ചറിഞ്ഞ ജാമ്പവാൻ തന്റെ പുത്രിയായ ജാമ്പവതിയെയും സ്യമന്തകവും ഭഗവാന് കാഴ്ചവെച്ചു. അങ്ങനെ ജാമ്പവതി ശ്രീകൃഷ്ണന്റെ ഭാര്യയായി. ശ്രീകൃഷ്ണൻ സ്യമന്തകം സത്രാജിത്തിന് തിരിച്ചു കൊടുത്തു. ജാമ്പവാന്റെ മകൾ ജാമ്പവതി ഭാര്യയായി. സത്രാജിത്തിന് സ്യമന്തകം ഭഗവാൻ തിരിച്ചു കൊടുത്തു. സന്തുഷ്ടനായ സത്രാജിത്ത് സ്വപുത്രിയായ സത്യഭാമയെ ശ്രീകൃഷ്ണന് കൊടുത്തു. സ്ത്രീധനമായി സ്യമന്തകം കൂടി കൊടുത്തെങ്കിലും ഭഗവാൻ ആ സ്യമന്തകം മേടിച്ചില്ല, ഇല്ലേ? ഇത്രയേ ഉള്ളൂ ഭഗവാന് സത്യഭാമയെ കിട്ടിയ കഥ പറയാൻ. ഭഗവാന് സത്യഭാമയെ കിട്ടിയ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സത്യഭാമാചരിതം സമ്പൂർണമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. ഇനി മറ്റൊരവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം ജപിക്കുന്ന അവസരത്തിൽ ഈ സത്യഭാമയുടെ ബാക്കി വൃത്താന്തങ്ങളും കൂടി പറഞ്ഞ്, എനിക്കറിയാം സത്യഭാമ എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചത് എന്താണെന്നില്ലേ? അരുതരുതേ ഉണ്ണിക്കണ്ണ, ഇല്ലേ? ലോകത്തിൽ ഒരു ചരാചരത്തെയും അഹിതം പറയുക നമ്മുടെ രീതിയല്ല. നമ്മുടെ സത്സംഗത്തിൽ അങ്ങനെ പറയാറുമില്ല, ഇല്ലേ? നമ്മൾ സാക്ഷാൽ സത്യഭാമയെ കുറിച്ചാണ് പറഞ്ഞത്. സത്യഭാമയുടെ ലീലാവിലാസങ്ങളും, സത്യഭാമയ്ക്ക് കൽപ്പവൃക്ഷം കിട്ടിയതും, സത്യഭാമയ്ക്ക് ശ്രീകൃഷ്ണനെ കിട്ടിയതും, സത്രാജിത്ത് സത്യഭാമയെ ശ്രീകൃഷ്ണന് സമർപ്പിച്ചതും ഒക്കെയുള്ള വിശേഷങ്ങളാണ്. നാളെ മറ്റ് വിശേഷങ്ങളുമായിട്ട് കാണാം. ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.